ആലുവ അശോകപുരം സെന്റ് ഫ്രാൻസിസ് ഡി അസിസി സ്കൂളിന്റെ 27ാമത് വാർഷികാഘോഷം നടന്നു. തരംഗ് 2023 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ വിശാലമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് സംജാതമായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അറിവ് സമ്പാദനത്തിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞുപോയ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ ഉന്നതിയിലാണ് നിലകൊള്ളുന്നത്. ഓരോ കലാലയവും കൂടുതൽ വിജയശതമാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ മത്സരത്തിന്റെ ഫലമായി അറിവ് സമ്പാദനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ ഉന്നതിയിലുള്ളവരായി മാറുകയാണ്. വളരെ ആത്മധൈര്യമുള്ള കുട്ടികളായി ഏത് കടുത്ത മത്സര പരീക്ഷകളിൽ അത് ദേശീയ തലത്തിൽ നടക്കുന്നതാണെങ്കിലും അന്തർദേശീയ തലത്തിൽ നടക്കുന്നതാണെങ്കിലും അവയൊക്കെ സധൈര്യം ആത്മധൈര്യത്തോടു കൂടി ആ പരീക്ഷകളെയൊക്കെ നേരിടാനും അതിലൊക്കെ വിജയശ്രീലാളിതരായി മാറാനും ജീവിതത്തിന്റെ ഉന്നതമായ ശ്രേണികളിലേക്കൊക്കെ എത്തിപ്പെടാനും കഴിയുന്ന നല്ല അറിവ് സമ്പാദിച്ച മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ നമുക്കിന്ന് ഇതുപോലുള്ള നല്ല കലാലയങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു വിടുവാൻ സാധിക്കുന്നു. വളരെ അഭിനന്ദനാർഹമായ നേട്ടമാണ് സമൂഹത്തിൽ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. സിനി ആർട്ടിസ്റ്റ് സാജു നവോദയ മുഖ്യ അതിഥിയായിരുന്നു. ഞാൻ നോട്ടീസിൽ എന്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറെ നാളുകൾക്ക് ശേഷം ഒരു നോട്ടീസിൽ എന്റെ പേര് സാജു നവോദയ എന്ന് അടിച്ച് ഞാൻ കാണുന്നത്. ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും പാഷാണം ഷാജി എന്ന് എഴുതി വെക്കുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പാഷാണവും വിഷമൊന്നും അല്ലല്ല. എന്റെ ഭാര്യയ്ക്ക് ഞാൻ അമൃത, അത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ. ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ഷാജിയെന്നറിയാം. വഴിയെ പോകുമ്പോൾ ഹലോ പാൽക്കാരൻ ഷാജി, ഹലോ പട്ടാളം ഷാജി. ഞാനും എൻ്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടനെ വയ്യാതെ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവുക. പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക പാതാളം ഷാജി അല്ലേ? അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പേര് വന്നതിന് ശേഷമാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതും അതിനുള്ളൊരു യോഗ്യത ഉണ്ടാക്കുക. അതുകൊണ്ട് പാഷാണം ഷാജി എന്നോ പാഷാണമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, സന്തോഷമുള്ളൂ. പിന്നെ ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിന് മാത്രം പാഷാണം ഷാജി എന്ന് എഴുതരുത്. ബാങ്കിലെ പേര് വേറെയാണ്. അങ്ങനെ കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ ചെക്ക് എഴുതി തന്നു. ഞാൻ ബാങ്കിൽ കൊണ്ടുവന്നപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് ചോദിക്കും ഇത് ആരുടെ ചെക്കാണ് കൊണ്ടുവന്നേക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ ചെക്കിൽ നോക്കുന്നത്. അങ്ങനെ കുഞ്ഞു വിഷയവും പേര് കൊണ്ടുണ്ട്, വലിയ നേട്ടങ്ങളും പേര് കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പേര് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് സെന്റ് തോമസ് പ്രൊവിൻഷ്യൽ റവറൽ ബ്രദർ ഡൊമിനിക് പോളപ്രായിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറൽ ബ്രദർ വിൽസൺ കല്ലുങ്കൽ സ്വാഗതവും പ്രിൻസിപ്പൽ ഷിബി ഫ്രാൻസിസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. റവറൽ ഫാദർ ജോസഫ് ചേരിക്കര, PTA പ്രസിഡന്റ് അഖില സിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പാട്ടി